പ്രിയപ്പെട്ടവരെ, ഹെർമോണിലെ മഞ്ഞുകണങ്ങളുടെ പരിശുദ്ധിയോടെ ദൈവം നമ്മളിലേക്ക് വർഷിക്കുന്ന പുലർകാല വിചിന്തനം. നമുക്ക് ഈ പ്രഭാതത്തിൽ നമ്മുടെ കുടുംബത്തെ, ജീവിതത്തെ, കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുലർച്ചെ നമുക്ക് ഈ തിരുവചനം കേൾക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന ദൈവ തിരുവചന ഭാഗം 1 സാമുവേലിൻ്റെ പുസ്തകം 18-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം വരിച്ചു. കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം വരിച്ചു. അപ്പോൾ ഈ ലോകത്തൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വിജയമുണ്ടാകുവാൻ അവൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരിക്കണം. കർത്താവിൽ ആശ്രയം തേടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങൾക്കകത്തും വിജയം കൈവരിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. കർത്താവ് എപ്പോഴൊക്കെ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്നു, അവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ പരാജയം അനുഭവപ്പെടേണ്ടതായിട്ട് വരും. നമുക്കറിയാം, ദൈവമായ കർത്താവ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇസ്രായേൽ ജനത സംരക്ഷിതരായി നടന്നു. തേനും പാലും ഒഴുകുന്ന മണ്ണിലേക്ക് ഇസ്രായേൽക്കാരെ ദൈവമായ കർത്താവ് കൂട്ടിക്കൊണ്ടുപോകും. നമുക്കറിയാം, ദൈവം പകൽ മേഘസ്തംഭമായി അവരുടെ മുൻപേ നടന്ന് കർത്താവ് ദൈവം അത്രമാത്രം അവരെ സംരക്ഷിച്ച കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. എപ്പോഴൊക്കെ അവർ ദൈവത്തോട് മല്ലടിച്ചും മറുതലിച്ചു മാറി നിൽക്കുകയും ചെയ്തുവോ, അപ്പോഴെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് പരാജയം വന്നുകൊണ്ടിരുന്നു. രാവിലെ അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും കൂടെ നടന്നിരുന്നൊരു ദൈവം അവർക്ക് അനുഗ്രഹമായിരുന്നു. തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത മണ്ണിലേക്കുള്ള യാത്രയിൽ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ വിജയം വരിച്ചു. ചെന്ന് കയറിയ ഏത് മണ്ണും അവർക്ക് കീഴ്പ്പെടുകയും ചെയ്തു. പക്ഷെ എപ്പോഴൊക്കെ അവർ ദൈവമായ കർത്താവിൽ നകന്നു മാറി നിന്നു, ദൈവത്തോടവർ മറുതലിച്ചു മല്ലടിച്ചു, അപ്പോഴൊക്കെ അവരുടെ ജീവിതത്തിൽ പരാജയം അനുഭവപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ യാത്രകൾക്കിടയിൽ ഒരു മനുഷ്യന് ജീവിതത്തിൽ വിജയം വരിക്കുവാൻ നീ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ദൈവമാണ് നിന്നെ നയിക്കുന്നുള്ള ഉത്തമമായ ബോധ്യത്തിൽ ജീവിതം ആരംഭിക്കണം. സങ്കീർത്തകൻ പറയുന്നില്ലേ, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വൃഥായാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വെറുതെയാണ്. അപ്പോൾ ദൈവമായ കർത്താവ് വേണം നിനക്ക് ഭവനം പണിയാൻ. ദൈവമായ കർത്താവ് വേണം നിന്റെ സംരക്ഷകനായി ഉണർന്നിരിക്കുവാൻ. ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ സകല പ്രവൃത്തികളിൽ നീ പരാജിതനായി മാറും. അതുകൊണ്ട് ദാവീദ് എന്ന് പറയുന്ന ശക്തനായ മനുഷ്യൻ ബലഹീനതയുടെ ഭാവം കൂടിയായിരുന്നു. പക്ഷേ ദൈവം അവനെ താങ്ങിപ്പിടിച്ചു. അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ദാവീദ് പാപം ചെയ്തുവെന്ന് നാഥാൻ പ്രവാചകൻ അവനോട് പറഞ്ഞു കഴിയുമ്പോൾ വസ്ത്രം കീറി കർത്താവിൻ്റെ അരികിൽ പോയിരുന്നു ദാവീദ് പറയുന്നുണ്ട്, അങ്ങയുടെ പരിശുദ്ധാത്മാവ് അഴിഞ്ഞു പോകരുതേ, ദൈവമേ ഞാൻ പാപിയാണ്, എന്നോട് ദയാപൂർവം പെരുമാറണമേ എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിനക്ക് വീഴ്ചയുണ്ടായോ? നീ കർത്താവിലേക്ക് മടങ്ങിപ്പോവും, അനുതാപത്തോടെ മടങ്ങിപ്പോവും. അനുദപിക്കുന്ന ഹൃദയത്തെ ദൈവം ചേർത്ത് പിടിക്കുന്ന അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു പ്രഭാതം ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. എല്ലാ പ്രവർത്തനങ്ങളിലും എൻ്റെ കർത്താവേ നീ എന്നെ ചേർത്ത് പിടിക്കണമേ എന്ന് ദൈവത്തോട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒന്ന് കണ്ണടച്ച് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കാം. ഈശോയെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ അവിടുന്ന് എനിക്ക് വരം നൽകണമേ. ഏതെങ്കിലും ഒരു ബലഹീനത അങ്ങയുടെ സന്നിധിയിൽ നിന്റെ ജീവിതത്തെ അകറ്റിക്കൊണ്ടു പോകുന്നെങ്കിൽ അനുതാപത്തോടെ അങ്ങയുടെ അരികിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. എന്നോട് കരുണയായിരിക്കണമേ.